ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നതിന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ പിള്ളേർ ചായ കുടിച്ചിട്ട് സ്കൂളിലേക്ക് പോയിന്. അങ്ങനെ സ്കൂളിലേക്ക് പോയിട്ട് നമുക്ക് എൻ്റെ ചെറിയ മോള് മാത്രം ബാക്കിയുണ്ട്. അങ്ങനെ ഞാനും ചായ കുടിച്ചിട്ട് എൻ്റെ മോളെ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ട് ഞാൻ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന്. അങ്ങനെ ഞാൻ അടുത്തായ ടൗണിലേക്ക് പോയി. ടൗണിൽ പോയിട്ട് കുറച്ച് ബേക്കറിയും കുറച്ച് സാധനമെല്ലാം വാങ്ങി. അങ്ങനെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടായിട്ട് നമുക്ക് ഞാൻ പിന്നെ രാവിലെ ഫുഡെല്ലാം വെച്ച് പാത്രമെല്ലാം ഉണ്ടായിന്, കുറേ കഴുകിയിട്ടുണ്ടായിട്ട്. അങ്ങനെ ആ പാത്രമെല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ട് വെച്ച്. പാത്രം കഴുകൽ ഒരു വലിയ ടാസ്ക് അല്ല. അത് പിന്നെ ഒന്നാൾ കൂട്ടിയിട്ട് കഴുകൽ. അങ്ങനെ പാത്രമെല്ലാം ക്ലീൻ ചെയ്തിട്ടായി. പിന്നെ ഞാൻ അതിൻ്റെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ചിക്കനൊന്ന് വാഷാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. കറി വെക്കാനുണ്ട്. അങ്ങനെ ചിക്കനെല്ലാം നല്ലപോലെ ക്ലീനാക്കി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ക്ലീനാക്കുന്നതാണ്. പിന്നെ നല്ല പോലെ ക്ലീനാക്കണം. ബ്ലഡെല്ലാം പോലെ ക്ലീനാക്കണം. പിന്നെ എന്തെങ്കിലും രോഗം വരും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ലപോലെ ക്ലീനാക്കിയിട്ടായിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ച് പൊടിക്കണം. കുറച്ച് കറി വെച്ച്. അങ്ങനെ കറി വെക്കാനായിട്ട് കറി മാത്രം ഉണ്ടാക്കി. പിന്നെ ബീട്രൂട്ടിൻ്റെ വറവും പിന്നെ ചിക്കൻ വറുത്തതാണ്. അങ്ങനെ എല്ലാം ഉള്ളിയും തക്കാളിയും എല്ലാം മുറിച്ചിട്ട് അങ്ങനെ ഉള്ളിയും തക്കാളിയും പിന്നെ ബീട്രൂട്ടും എല്ലാം മുറിച്ച്, ഇത് ചോപ്പറിൽ മുറിച്ചത്. അപ്പോൾ ഉണ്ടില്ല ഇങ്ങനെ മുറിഞ്ഞിട്ട് വന്നു. നല്ല ചെളിയിട്ട് ചോപ്പറിൽ മുറിക്കാൻ നല്ല പണിയാണ്. ചോപ്പറെല്ലാം വാങ്ങാത്ത ആളൊന്നും വാങ്ങിയിട്ട് നോക്കിക്കുക, നല്ല യൂസാണ്. അങ്ങനെ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായത്. ആ ചോറ് പിന്നെ ചട്ടിയിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ വാർത്തിട്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ തന്നെ ചിക്കൻ കറി വന്നിട്ട് ഇതിലേക്ക് ഉള്ളിയും തക്കാളി എല്ലാം ഇട്ട് ആദ്യം ചിക്കൻ ഫ്രൈ ആക്കി. പിന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളി ഇട്ട് പിന്നെ മുളക് വറുത്തതിട്ട് അങ്ങനെയാണ് ഞാൻ ചിക്കൻ കറി വെക്കൽ. പിന്നെ ഇത് ബീട്രൂട്ട് വറവാക്കിയിട്ടുണ്ടായി. അങ്ങനെ കടുവെല്ലാം പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കല്ല, അങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചിട്ട് അതൊന്ന് വേവിച്ചിട്ടെടുത്ത് അത് വന്നിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിന്. അങ്ങനെ ബീട്രൂട്ട് കറിയും റെഡിയായി. അങ്ങനെ പിന്നെ പിള്ളേർക്കെല്ലാം ചോറ് കൊടുക്കാൻ വിചാരിച്ച്. അങ്ങനെ എൻ്റെ മോള് സ്കൂളിൽ നിന്ന് വന്നിന്. വേഗം വരുന്നു, ഉച്ചയാകുമ്പോൾ വരുന്നു ചെറിയ മോള്. അങ്ങനെ അവൾക്കും പിന്നെ എൻ്റെ പിന്നെ ചെറിയത്തിനും പിന്നെ രണ്ടാമത്തെ മോൾക്കും ഞാൻ ചോറ് കൊടുക്കാൻ വിചാരിച്ച്. അങ്ങനെ കുറച്ച് ബീട്രൂട്ട് കറിയും ചിക്കൻ കറിയെല്ലാം വിളമ്പി. നല്ല ടേസ്റ്റ് ഇങ്ങനെ ചിക്കൻ വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം.
എന്നിട്ട് ഞാൻ രണ്ടാൾക്കും ചോറ് വാങ്ങിയിട്ട് അങ്ങനെ രണ്ടാളും ചോറ് വെച്ച് വെച്ചിട്ടായിട്ട് പിന്നെ ഞാൻ ചോറ് വെച്ച് അങ്ങനെ പിന്നെ പിള്ളേരെ കളി തന്നെയല്ല തുടങ്ങുന്നത്. അവൾക്ക് പിന്നെ കളി തന്നെയല്ല. അങ്ങനെ ബുക്ക് ഇതെല്ലാം എടുത്തിട്ട് കളിക്കാൻ എന്തായിരുന്നു ഹോംവർക്കാ? എന്താ ഹോംവർക്കാ? എന്തിലേതെന്ന് എന്തായിരുന്നു ഹോംവർക്കാ? എന്ത് കാമില്ലേ